വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ പാലക്കാട് നിയമസഭാ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂം തുറക്കാൻ ശ്രമം. കോഴിക്കോടിന് പിന്നാലെ ജില്ലയിലും വിവാദം. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ വോട്ടെണ്ണൽ യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമാണ് തുറക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതി. റിട്ടേണിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചതിനാലാണ് സ്ട്രോങ് റൂം തുറക്കാൻ ശ്രമമെന്നാണ് വിശദീകരണം. എന്നാൽ ഇതിനെതിരെ പരാതിയുമായി UDF നേതാക്കൾ രംഗത്ത് വന്നു. ഡയറി മറന്നുവെച്ചെങ്കിൽ അത് എടുക്കേണ്ടതിന്റെ അത്യാവശ്യം എന്തെന്നാണ് UDF ഉന്നയിക്കുന്നത്. നെന്മാർ നിയോജക മണ്ഡലത്തിന്റെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമാണ് തുറക്കാൻ ശ്രമിച്ചതെന്നാണ് പരാതി. അതേസമയം വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമല്ല, മറ്റ് സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള സ്ട്രോങ് റൂമാണ് തുറക്കാനിരുന്നതെന്നാണ് വിശദീകരണം. ഏതായാലും കോഴിക്കോടിന് പിന്നാലെ പാലക്കാടും സ്ട്രോങ് റൂം തുറക്കുന്നത് വലിയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം നടത്താനാണെന്നാണ് ആരോപണം. സംഭവത്തിനെതിരെ LDF നേതൃത്വം പ്രതികരിക്കാത്തതും ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസം വൈകിട്ട് വോട്ടിംഗ് യന്ത്രങ്ങളെല്ലാം സീൽ ചെയ്ത ശേഷമാണ് ജില്ലയിലെ വിക്ടോറിയ കോളേജിലടക്കമുള്ള 3 കേന്ദ്രങ്ങളിലും കേന്ദ്ര സൈന്യത്തിന്റെ സഹായത്തോടെ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി തുറക്കാൻ ശ്രമം നടന്നത്. UTV ന്യൂസ്, പാലക്കാട്.